ഒരു വേനൽക്കാലം ഞങ്ങൾ 5 പേരും നായാട്ടിനായി കാട്ടിൽ കയറി. 2 തോക്കുകളുണ്ട്. ഒന്ന് എൻ്റെ കയ്യിലും മറ്റൊന്ന് തങ്കച്ചൻ്റെ കയ്യിലുമാണ്. ചന്ദ്രനും രാമനും ജോസും മറ്റു സാധനങ്ങൾ വഹിച്ചുകൊണ്ട് കൂടെയുണ്ട്. ഏകദേശം ഇരുട്ട് വീണു തുടങ്ങി. കാടാണ്, പെട്ടെന്ന് ഇരുട്ടാവും. കുറച്ചു ദൂരം ചെന്നതും നല്ല ഒരു ചതുപ്പുനിലം ഞങ്ങൾ കണ്ടു. മറ്റു 3 പേരും അടുത്തുള്ള കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ചു. ഞാനും തങ്കനും അടുത്തുള്ള 2 മരങ്ങൾക്കും മറവിൽ ഒളിച്ചു. മാനുകളും പന്നികളും ഈ ചതുപ്പുള്ള ഭാഗത്തേക്ക് വരും. ഒരു ചോലയുടെ വശമാണ് ഇവിടം. അടുത്തായി വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. വെള്ളം കുടിക്കാൻ മൃഗങ്ങൾ എന്തായാലും ഇവിടെ വരുമെന്ന് ഞങ്ങൾക്കറിയാം. നല്ല പെരുമാറ്റമുള്ള സ്ഥലമാണ്. നേരം കുറേയായി. അല്പം കഴിഞ്ഞ് ഒരു വലിയ മ്ലാവുമാൻ അവിടേക്ക് വന്നു. അവൻ അടുത്തുള്ള ആ വെള്ളക്കെട്ടിൽ നിന്നും വെള്ളം കുടിക്കുകയാണ്. അന്നേരം ഞാൻ അതിൻ്റെ തല നോക്കി കാഞ്ചി വലിച്ചു. ആ ക്ഷണം തന്നെ ആ വലിയ മ്ലാവ് അവിടെ വീണു. അത്യാവശ്യം വലിപ്പം അതിനുണ്ട്. ഞങ്ങളെല്ലാവരും അതിനരികിൽ ചെന്നു. അതിനെ അറുത്ത് ഇറച്ചിയാക്കാനുള്ള പണി തുടങ്ങി. ഏകദേശം കഷ്ണങ്ങളാക്കിയ ശേഷം നല്ലൊരു ഭാഗം പാകം ചെയ്യാൻ ചന്ദ്രൻ്റെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു. ശേഷം അടുത്തുള്ള വലിയ പാറയുടെ ഭാഗത്തായി ഞങ്ങൾ അതിൻ്റെ മാംസം കെട്ടിത്തൂക്കി. ശേഷം ആ ഭാഗത്ത് ചെറിയ തോതിൽ ആഴിയും കൂട്ടി. അങ്ങനെ ഞങ്ങൾ പാകം ചെയ്ത ഇറച്ചിയും കയ്യിൽ കരുതിയ നാടൻ പാറ്റും കൂടെ സേവിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞതും എല്ലാവരും ഏകദേശം നല്ല പരുവമായി. ചോലയുടെ അല്പം മാറി കുറേ മണലും മണ്ണും കൂടി കിടക്കുന്ന ഒരിടമുണ്ട്. ഞങ്ങൾ അവിടെ തീയിട്ടു. അതിന് ചുറ്റും കിടക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഇവിടെ കിടന്നാൽ നേരെ തന്നെ ഇറച്ചി കെട്ടിത്തൂക്കിയിരിക്കുന്ന ഭാഗം ഞങ്ങൾക്ക് കാണാം. അവിടെയും അല്പം തീയിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കിടക്കാൻ തയ്യാറായി. ആ കൂട്ടിയ തീയുടെ ചുറ്റിലും ഞങ്ങൾ 5 പേരും കിടന്നു. നല്ല ക്ഷീണവും പിന്നെ മദ്യത്തിൻ്റെ വീര്യവും കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ നല്ല ഉറക്കമായി. അങ്ങനെ നേരം ഒരുപാടായി. ഇടയിലെപ്പോഴോ ഞാൻ പാതി ഉറക്കത്തിൽ ഉണർന്നു. അങ്ങനെ വീണ്ടും ഒരു വശത്തേക്ക് തിരിഞ്ഞ് ചുരുണ്ട് കിടന്നു ഞാൻ. കുറച്ച് കഴിഞ്ഞതും വല്ലാതെ ചോരയുടെ മണം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. മൂക്കിൽ തുളഞ്ഞു കയറുന്നത് പോലെ. ഞാൻ പതിയെ എണീറ്റ് ഒന്ന് മൂത്രം ഒഴിക്കാമെന്ന് കരുതി. അങ്ങനെ നേരെ മാംസം വെച്ച ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരോ നിൽക്കുന്നത് പോലെ ഒരു നിഴൽ രൂപം എനിക്ക് കാണാം. ഞാൻ കരുതി കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കാമെന്ന്. ഇറച്ചി എവിടെയാണല്ലോ വെച്ചേക്കുന്നത്, അത് വെല്ലം നോക്കാൻ ചെന്നതാവുമെന്ന് വെച്ച് ഞാൻ തിരിച്ച് കിടക്കാൻ പോയി. അവിടെ നോക്കുമ്പോൾ എല്ലാവരും അവിടെ തന്നെയുണ്ട്. ഞാൻ വീണ്ടും ഇറച്ചി വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് നോക്കി. എന്നാൽ നേരത്തെ കണ്ട ആ നിഴൽ രൂപം അവിടെയില്ല. ചിലപ്പോൾ കള്ളും പുറത്ത് എൻ്റെ തോന്നലാവുമെന്ന് കരുതി ഞാൻ അങ്ങനെ തന്നെ കിടന്നു. എന്നാൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തോ ആരോ അവിടെ ശരിക്കും ഉണ്ടായിരുന്നു എന്ന തോന്നൽ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എന്തേലും ആവട്ടെ കരുതി ഞാൻ എണീറ്റ് തോക്കെടുത്തു. സംശയം തീർത്തിട്ട് കിടക്കാം. ഇനി മറ്റേതെങ്കിലും ആൾക്കാർ ഇറച്ചി അടിച്ചുകൊണ്ട് പോകാൻ വന്നതാണെങ്കിലോ, കള്ളവാറ്റും കള്ളത്തടി വിട്ടുന്നവരും കാട്ടിൽ കാണും. അവന്മാർ ഇത്തരം വേല പണ്ടും ചെയ്തിട്ടുണ്ട്. അതെനിക്കറിയാമായിരുന്നു. അങ്ങനെ വല്ലന്മാരുണ്ടെങ്കിൽ കാലിന് നോക്കി ഒരെണ്ണം പൊട്ടിക്കണമെന്ന് ഞാനും കരുതി. ഇറച്ചി വെച്ചിരുന്ന ആ ഭാഗത്തേക്ക് പതിയെ ഞാൻ നീങ്ങി. 1-2 അടി ഞാൻ മുന്നോട്ട് വെച്ചതും മണിക്ക എന്നൊരു വിളി. പുറകിൽ നിന്നും പതിഞ്ഞ സ്വരത്തിലാണ് ആ വിളി. ഞാൻ തിരിഞ്ഞു നോക്കി. ചന്ദ്രൻ എന്നെ പുറകിലേക്ക് മാടി വിളിച്ചു. ഞാൻ അന്നേരം നിൽക്കടാ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. അവൻ വീണ്ടും പോവരുത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അവൻ്റെ ആ പറച്ചിൽ ശരിക്കും എന്തു കണ്ടെന്ന് ഭയന്ന കൂട്ടാണെന്ന് ആ വിളിയിൽ എനിക്ക് മനസ്സിലായി. എന്താടാ, എന്തു പറ്റി? പതിഞ്ഞ സ്വരത്തിൽ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ ആ ഇറച്ചി വെച്ചിരിക്കുന്ന ഭാഗത്തിന് വലതുവശത്ത് ഉയരത്തിൽ ഒരു വലിയ കല്ലുണ്ട്. അങ്ങോട്ട് കൈ നീട്ടാതെ വിരൽ ചുണ്ടി വിറച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആ പാറയുടെ മീതെ ഒരു വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നു. വെള്ളമുടിയും കീറിപ്പറഞ്ഞ രീതിയിലുള്ള വസ്ത്രവും. അവർ അവിടെ ഇരുന്ന് ആർത്തിയോടെ എന്ത് തിന്നുകയാണ്. ഞാൻ അവരെ വിളിക്കാൻ വാ തുറന്നതും ചന്ദ്രൻ എൻ്റെ വാ പൊത്തി പിടിച്ചു. ശേഷം പതിയെ എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഇക്ക, ഇത് മനുഷ്യനല്ല. കാട്ടിൽ നമ്മളൊന്നും കാണാത്ത പൊട്ടി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പിശാചാണത്. അത് കഴിക്കുന്നത് നമ്മൾ പിടിച്ച ആ മാനിൻ്റെ ഇറച്ചിയാണ്. അത് തിന്നിട്ട് ആ സാധനം പോയിക്കോളും. ശല്യം ചെയ്താൽ ചിലപ്പോൾ നമ്മളെ ഈ കാട്ടിലിട്ട് എന്താ ചെയ്യുക പറയാൻ പറ്റില്ല. ചന്ദ്രൻ പറഞ്ഞത് കേട്ട് എനിക്ക് ഭയവും ഒരു തമാശയുമായി തോന്നി. ഞാൻ പതുക്കെ അവനോട് പറഞ്ഞു, എന്ത് വന്നാലും എന്താ, നമ്മുടെ കയ്യിൽ തോക്കല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് ഞാൻ അതിനെ നേരെ തോക്കെടുത്തു. നേരം പെട്ടെന്നൊരു അലർച്ചയും ആ രൂപം പെട്ടെന്ന് മാഞ്ഞുപോയി. ശരിക്കും ആ അലർച്ചയിൽ ബാക്കി എല്ലാവരും ചാടി എഴുന്നേറ്റു. ആ ശബ്ദം ആ വനത്തിൻ്റെ മറുവശത്തേക്ക് നീങ്ങിപ്പോകുന്നത് ഞങ്ങൾ ശരിക്കും കേട്ടു. ഞങ്ങളാരും പിന്നെ ഉറങ്ങിയില്ല. അടിച്ച കള്ളും ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും ആ ചാരായക്കന്നാസ് എടുത്ത്
വീണ്ടും കള്ളു കുടിക്കാൻ തുടങ്ങി. നേരം ഏതാണ്ട് വെളുത്തു വരുന്നു. ഞങ്ങൾ വേഗം എണീറ്റ് ഇറച്ചിയൊക്കെ എടുത്ത് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നടന്നു. നേരം നല്ല പോലെ വെളുത്തു. എന്നാൽ പിന്നീട് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഞങ്ങൾ ആ ഇറച്ചിയും സാധനങ്ങളുമായി കാട്ടിലൂടെ വഴിയും തെറ്റി ഒറ്റ മൃഗത്തെയും കാണാതെ അന്തിയാവോളം അലഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ ആ പിശാച് വഴി തെറ്റിക്കുകയായിരുന്നു എന്ന്. എത്ര നടന്നാലും വന്ന സ്ഥലത്ത് തന്നെ എത്തിപ്പെടും. പണ്ടുകാലത്ത് മണി എന്നയാളും കൂട്ടുകാരുമൊത്ത് കാട്ടിൽ നായാട്ടിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണിത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ മറ്റൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. See you soon.